Hi everyone, Calicut University 3rd semester Complementary Mathematics Calculus of Multivariable Functions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ദ ഗ്രേഡിയന്റ് ഓഫ് എ ഫംഗ്ഷൻ. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നല്ലേ, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് ലാസ്റ്റ് വീഡിയോസിലായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മളെ വെക്റ്റർ കാൽക്കുലസും പാർഷ്യൽ ഡെറിവേറ്റീവ്സും കൂടെ കമ്പൈൻ ചെയ്തൊരു സെക്ഷനാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ദ ഗ്രേഡിയന്റ് ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. വെൻ ദ വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ del is equivalent to I into dou by dou x plus j into dou by dou y, or del is equivalent to I into dou by dou x plus j into dou by dou y plus k into dou by dou z is applied to a differentiable function z equal to f of xy or w equal to f of xyz, we say that the vectors del f of xy equal to dou f by dou xi plus dou f by dou yj. Del of capital F of xyz equal to dou f by dou xi plus dou f by dou yj plus dou f by dou zk are the gradients of the respective functions. സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്താണ് ഗ്രേഡിയൻ്റ് എന്നാണ് പറയുന്നത്. എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നൊരു ടോപ്പിക്കാണ്. നമുക്ക് എന്താ ഗ്രേഡിയൻ്റ് നോക്കാം. ഇനി അങ്ങോട്ടേക്ക് വെക്ടർ പഠിക്കാൻ വേണ്ടി ഗ്രേഡിയൻ്റ് നന്നായിട്ട് അറിയാൻ വേണം, നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഡെൽ എന്ന് പറയുന്നത് ഒരു വെക്ടർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ തന്നിട്ടുണ്ട്. അതായത് ഐ ഇൻറ്റു പിന്നെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് ജെ ഇൻറ്റു ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇത് 2 വേരിയബിൾ ഫംഗ്ഷനിൽ. ഇനി 3 വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഡെൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ്. ഇനി നമ്മൾക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 2 വേരിയബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈയും 3 വേരിയബിളുള്ള ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡും ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാം. അതായത് ഇത്രയേ ഉള്ളൂ കേട്ടോ പറയുന്നത്. നമുക്കിപ്പം ഡെൽ എഫ് എന്ന് തന്നിട്ടുണ്ട്. ഡെൽ എന്താണെന്നറിയാലോ നമുക്ക്. അപ്പോൾ ഡെൽ എഫ് എന്ന് തന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഡെൽ എന്താണെന്ന് എഴുതിയേ? ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ അല്ലേ. ഇതല്ലേ നമുക്ക് ഡെൽ തന്നിരിക്കുന്നത് ഓഫ് എഫ്, ഡെൽ എഫ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എഫിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേഡിയൻ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ്. ഓക്കെ, ഗ്രേഡിയൻ്റ് എഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ 3 വേരിയബിൾ ഫംഗ്ഷനിൽ എന്ത് വരും? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ. ഓക്കെ, ദീസ് ആർ ദ ഗ്രേഡിയൻസ് ഓഫ് ദ റെസ്പെക്റ്റീവ് ഫംഗ്ഷൻ. ഈ ഒരു സിമ്പിളിനെ നമ്മൾ ഡെൽ എന്ന് പറയും, അല്ലെങ്കിൽ നെബ്ല എന്ന് പറയും. അതുപോലെ ഗ്രേഡിയൻ്റ് എഫിനെ നമ്മൾ എപ്പോഴും ഡെൽ എഫ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഡെൽ എഫ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഗ്രേഡിയൻ്റ് എഫ് എന്താ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഈ ഒരു ഓപ്പറേറ്റർ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിനെയാണ് ഡെൽ എഫ് എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് ദ ഗ്രേഡിയൻ്റ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് അറ്റ് ദ ഇൻഡിക്കേറ്റഡ് പോയിന്റ്സ്. ഫസ്റ്റ് വൺ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഇ റീസ് ടു വൈ പ്ലസ് കോസ് ഓഫ് എക്സ് വൈ അറ്റ് 2, 0. രണ്ടാമത്തെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ മൈനസ് സെഡ് ക്യൂബ് അറ്റ് 2, -1, 4. ഓക്കെ, നമ്മളോട് 2 ഫംഗ്ഷൻ തന്നിട്ട് നമ്മളോട് ഗ്രേഡിയൻ്റ് എഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്. ഫസ്റ്റ് വൺ, അതായത് ഒന്നാമത്തെ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു തന്നിരിക്കുന്നത് എക്സ് ഇ റീസ് ടു വൈ പ്ലസ് കോസ് ഓഫ് എക്സ് വൈ അറ്റ് 2, 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽ എഫ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഗ്രേഡിയൻ്റ് എഫ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഡെൽ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ, ഇവിടെ 2 വേരിയബിളേ ഉള്ളൂ. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ. നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ എഫ് ബൈ ഡോ എക്സ് എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു വൈ പ്ലസ് കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. സോ മൈനസ് സൈൻ ഓഫ് എക്സ് വൈ, പിന്നെ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വരുന്നത് വൈ വരും. ഓക്കെ, ഇപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് കിട്ടി. ഇനി നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈയും കൂടെ കണ്ടുപിടിക്കണം. ഡോ എഫ് ബൈ ഡോ വൈ വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ആണ്. സോ ഇവിടെ നമുക്ക് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈ തന്നെയാണ്. പിന്നെ കോസ് ഓഫ് എക്സ് വൈ, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് സൈൻ ഓഫ് എക്സ് വൈ ഇൻറ്റു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നോക്കുമ്പം എക്സ് എന്ന് വരും. ഇനി നമുക്ക് ഗ്രേഡിയൻ്റ് എഫിൽ എഴുതാം. നമുക്ക് എന്താ വേണ്ടത്? ഗ്രേഡിയൻ്റ് എഫ്
ഈക്വൽ ടു ദാറ്റ് ഈസ് ഡെൽ എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ എന്നല്ലേ. അപ്പോൾ ഇ റേസ് ടു വൈ മൈനസ് വൈ ഇൻറ്റു സൈൻ ഓഫ് എക്സ് വൈ പ്ലസ് എക്സ്, ഇവിടെ ഒരു ഐ ഉണ്ട് കേട്ടോ, ദസ് വൺ ഇൻറ്റു ഐ പ്ലസ് ഇങ്ങനെയല്ലേ വന്നേ, ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ എന്നാണ്. അപ്പം ഞാൻ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ എഴുതാം. എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ മൈനസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് എക്സ് വൈ ഇൻറ്റു ജെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രേഡിയൻ്റ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് അറ്റ് എ പോയിന്റിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡെൽ എഫ് അറ്റ് 20 കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇ റേസ് ടു 0 മൈനസ് ഇവിടെ നമ്മളത് 0 ആയിപ്പോയി ഇൻറ്റു ഐ പ്ലസ് ഇവിടെ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്ന് വരുമ്പോൾ 2 ഇൻറ്റു ഇ റേസ് ടു 0 മൈനസ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സൈൻ 0 എന്ന് വരും. അത് 0 തന്നെയാണ് കിട്ടുക ഇൻറ്റു ജെ വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ കിട്ടുന്നത് ഐ പ്ലസ് ഇവിടെ ഒരു ഇ റേസ് ടു 0 2 ജെ ദറ്റ് ഈസ് ഐ പ്ലസ് 2 ജെ എന്ന് പറയുന്നതാണ് നമ്മളുടെ 2 ഡയമെൻഷണൽ അതായത് 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് എഫ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടെ തന്നിട്ടില്ലേ, സെക്കൻഡ് വൺ, അതിവിടെ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ഇതാണ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ മൈനസ് സെഡ് ക്യൂബ്. കണ്ടുപിടിക്കേണ്ട പോയിന്റ് ഇതാണ്. 2 - 1 4. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നമുക്കറിയാം എങ്ങനെ കണ്ടുപിടിക്കുക. ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഇടുക കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ആയതുകൊണ്ട് അങ്ങനെ ഇടുന്നത് ക്യാപിറ്റൽ എഫ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക, ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ. നമുക്കിതിൽ ഓരോന്നും വേണ്ടേ, നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. ഡോ എഫ് ബൈ ഡോ എക്സ് എന്താണ്, ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, സോ വൈ സ്ക്വയർ എന്ന് വരും, പ്ലസ് 3x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പം 6x എന്ന് വരും അല്ലേ, മൈനസ് സെഡ് ക്യൂബിൽ എക്സിൻ്റെ ടേംസ് ഇല്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ നോക്കാം. ഇവിടെ നമുക്ക് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y വരും, അതായത് 2xy. ഇവിടെ രണ്ടിടത്തും വൈയുടെ പ്രസൻസ് ഇല്ല, സോ നമുക്ക് എന്ത് പറയാം, ഡോ എഫ് ബൈ ഡോ വൈ ഇതിൽ രണ്ടിലും 0 ആയിപ്പോയി. ഇനി നമുക്ക് ഡോ എഫ് ബൈ ഡോ സെഡ് നോക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എക്സിൻ്റെ പ്രസൻസ് ഇല്ല, സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, ഇവിടെയും ഇല്ല, സോ സെഡിൻ്റെ പ്രസൻസ് ഇല്ല, അതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇവിടെ മൈനസ് സെഡ് ക്യൂബിലുണ്ട്, അപ്പോൾ മൈനസ് 3z² എന്ന് വരും. ഇനി നമുക്ക് ആ ഡെൽ എഫിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. നമുക്ക് നോക്കാം, ഡെൽ എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ്. ഇപ്പോൾ നമുക്കിതാണ് കിട്ടിയിരിക്കുന്നത്, വൈ സ്ക്വയർ പ്ലസ് 6x ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ദറ്റ് ഈസ് 2xyj പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ദറ്റ് ഈസ് മൈനസ് 3z² k. ഓക്കെ, നമുക്ക് ഏതാ പോയിന്റ് തന്നിരിക്കുന്നത്, 2 - 1 4 എന്ന് പറഞ്ഞ പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡെൽ എഫ് ഓഫ് 2 - 1 4 നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താം. എക്സിന് 2, വൈക്ക് -1, സെഡിന് 4. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, -1 the whole square പ്ലസ് 6 into 2 I plus 2 into y -1 into j minus 3 into z² എന്ന് പറഞ്ഞാൽ 4² k. ഇതെന്താ കിട്ടുക, 6 into 2 12 plus 1 13i minus 4j വരും അല്ലേ, മൈനസ് 4j മൈനസ് 16 into 3 48 അല്ലേ. ഇതാണ് നമ്മളുടെ 13i മൈനസ് 4j മൈനസ് 48k. ഇതാണ് നമ്മളുടെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയൻ്റ് ഈസിയാണ്, പക്ഷേ ഗ്രേഡിയൻ്റ് നന്നായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിനി മുന്നോട്ടേക്ക് പഠിക്കാൻ, വെക്ടർ ഇൻ്റഗ്രേഷൻ പഠിക്കാൻ ഗ്രേഡിയൻ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി വരുന്ന നെക്സ്റ്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിലാണെങ്കിലും അതുപോലെ തന്നെ ഡൈവേർജൻസ് ആണ്, കേളാണ് ഒക്കെ പറയുന്നതെങ്കിലും നമുക്ക് ഗ്രേഡിയൻ്റ് നന്നായിട്ട് അറിയണം. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.